മഹത്തായ വികാരം. തീർച്ചയായും ഗ്രീഷ്മയുടെ ഡിഗ്രി PG സർട്ടിഫിക്കറ്റുകൾ നൽകി താൻ ഉന്നത വിദ്യാഭ്യാസമുള്ള വ്യക്തിയാണെന്നും തനിക്ക് ജോലി ചെയ്ത് ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ട് തുടങ്ങിയ കാര്യങ്ങളാണ് പറഞ്ഞത്. ഇതിന് മറുവാദവുമായി പ്രോസിക്യൂഷൻ ഏറ്റവും അവസാനം ഇപ്പോൾ കോടതിയിൽ പറഞ്ഞിട്ടുള്ളത് ഈ ബിരുദാനന്തര ബിരുദം ഉള്ള ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ ബിരുദാനന്തര ബിരുദമുള്ള വ്യക്തിയാണ്. പക്ഷേ ഈ തൻ്റെ വിദ്യാഭ്യാസവും അറിവുമെല്ലാം തന്നെ തെറ്റായ കാര്യങ്ങൾക്കാണ് ഉപയോഗിച്ചത്. അതുകൊണ്ട് ഒരു തരത്തിലുള്ള ഇളവും നൽകരുത് എന്നൊരു ആവശ്യമാണ് കോടതിയിൽ പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഈ ബിരുദാനന്തര സർട്ടിഫിക്കറ്റും ഈ നൽകി എന്നുള്ളത് ശരി തന്നെയാണ്. ഉന്നത വിദ്യാഭ്യാസമുണ്ട് എന്ന് പ്രോസിക്യൂഷൻ അംഗീകരിക്കുന്നു. പക്ഷേ ഈ കാര്യങ്ങളൊന്നും സമൂഹത്തിൻ്റെയോ നാടിൻ്റെയോ നന്മയ്ക്കല്ല, മറിച്ച് ഈ തെറ്റായ കാര്യങ്ങൾക്കാണ് ഉപയോഗിക്കുന്നത്. ഈ തൻ്റെ അറിവ് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ കൊലപാതകം നടത്താം എന്നുള്ളത് ഇന്റർനെറ്റിൽ നടക്കം പഠിച്ചെടുത്ത് നടത്തിയൊരു കൊലപാതകമാണ്. അതുകൊണ്ട് ഒരു തരത്തിലുള്ള ഇളവും നൽകരുത് എന്നാണ് പറയുന്നത്. ഈ മലയാളികൾക്ക് ആകെ നാണക്കേടുണ്ടാക്കിയ ഒരു സംഭവമാണ് എന്നുകൂടി പ്രോസിക്യൂഷൻ പറയുന്നു. മലയാളിക്ക് മാത്രമേ ബാധകമുള്ളൂ എന്ന് കോടതി ചോദിക്കുന്നു. കോടതി തിരിച്ച് പ്രോസിക്യൂഷനോട് ഒരു ചോദ്യം ചോദിച്ചിരിക്കുകയാണ്. ഇത് മലയാളിക്ക് മാത്രം ബാധകമാകുന്നതോ എന്ന് ചോദിക്കുന്നുണ്ട്. ഒരു ഘട്ടത്തിൽ പോലും ഗ്രീഷ്മയ്ക്ക് മനസ്താപം ഉണ്ടായിട്ടില്ല എന്നുകൂടി പ്രോസിക്യൂഷൻ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നു. ഈ രീതിയിൽ വാദങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി പ്രോസിക്യൂഷന്റെ വാദങ്ങൾക്ക് ശേഷം ഒരുപക്ഷെ ഒന്നുകൂടി ഗ്രീഷ്മയുടെ അഭിഭാഷകൻ ജഡ്ജിയോട് ഈ ഇളവ് നൽകണമെന്ന് ആവശ്യപ്പെടും. അതിനുശേഷം ആയിരിക്കും ഇന്ന് വിധി ഉണ്ടാവാനുള്ള സാധ്യതയില്ല എന്നാണ് കോടതിയിൽ നിന്ന് അറിയുന്നത്. അങ്ങനെയാണെങ്കിൽ അടുത്ത ദിവസമായിരിക്കും ഈ വിധി ഉണ്ടാവുക. ഇപ്പോഴെന്തായാലും പ്രോസിക്യൂഷന്റെ വാദങ്ങൾ കോടതിയിൽ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. യെസ്, പ്രോസിക്യൂഷന്റെ വാദങ്ങൾ കോടതിയിൽ പുരോഗമിക്കുന്നു. ഒരു ഘട്ടത്തിൽ പോലും ഗ്രീഷ്മയ്ക്ക് മനസ്താപം ഉണ്ടായിട്ടില്ല എന്നുള്ള കാര്യം കൂടി പറയുകയാണ്. എന്നാലും ശിക്ഷാവിധി അതൊരു മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെക്കാനുള്ള സാധ്യതയാണ്. താൻ ഉന്നത വിദ്യാഭ്യാസമുള്ള ആളാണെന്നും ഒപ്പം തന്നെ ജാമ്യം നൽകണം, അല്ലെങ്കിൽ ഉന്നത വിദ്യാഭ്യാസമുള്ള ആളാണ്, അതുകൊണ്ട് തന്നെ ജോലി ചെയ്ത് ജീവിക്കണം എന്നുള്ള ഒരു ആവശ്യമാണ് ഗ്രീഷ്മ കോടതിക്ക് മുൻപാകെ ഉയർത്തിയിരിക്കുന്നത്. എന്നാൽ ഗ്രീഷ്മയ്ക്ക് ചെകുത്താന്റെ ചിന്തയാണ്, വളരെ ആസൂത്രണം ചെയ്തുകൊണ്ടാണ് ഈ കൊലപാതകം നടത്തിയത് തുടങ്ങിയ കാര്യങ്ങളാണ് പ്രോസിക്യൂഷൻ ഉന്നയിക്കുന്നത്. എന്തായാലും പ്രതിഭാഗവും പ്രോസിക്യൂഷനുമൊക്കെ വാദങ്ങളുമായി മുന്നേറുന്നു. അപ്പോൾ എന്ത് തരത്തിലുള്ള വിധിയായിരിക്കും കാത്തിരിക്കുന്നത് എന്നാണ് ഇനി അറിയാനുള്ളത്. സാജിദ്, ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, തൻ്റെ ശിക്ഷയിൽ ഇളവ് നൽകാനായി ഗ്രീഷ്മ കോടതിയിൽ തൻ്റെ വിദ്യാഭ്യാസവും തൻ്റെ പ്രായവും ഒക്കെ പറയുമ്പോൾ മറുവശത്ത് അതിന് സമാനമായ മറ്റൊരു കാര്യമുണ്ട്. അതോ അതിന് 2-3 വയസ്സ് മാത്രം പ്രായമുള്ള ഷാരോൺ, അദ്ദേഹം മരിക്കുമ്പോൾ അദ്ദേഹം അനുഭവിച്ച വലിയ വിഷമതകളുണ്ട്. കാരണം ഇഞ്ചിഞ്ചായിയാണ് കൊന്നത്, വിഷം നൽകി. അപ്പോൾ ഡോക്ടറുടെ അടക്കം മൊഴിയുണ്ട്, പരിശോധിച്ച ഡോക്ടറുടെ അടക്കം മൊഴിയുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ഗ്രീഷ്മ വാദിക്കുന്ന ഈ പ്രായം അത് മരിച്ച ഷാരോണിനും നീതി ലഭിക്കാൻ നിർണായകമാകുമോ എന്നുള്ള ചിന്തയൊക്കെ ഒരുപക്ഷെ കോടതിയെ സ്വാധീനിച്ചേക്കാം. എന്തായാലും ഇതൊക്കെ നിർണയിച്ചുകൊണ്ടുള്ള ഒരു വിധി അത് ഉടനെ തന്നെ ഉണ്ടാകുമെന്നാണോ പ്രതീക്ഷിക്കുന്നത്?